ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ ഓരോത്തിനും കാണുന്നത് പഠിക്കാൻ വേണ്ടി കോളേജിൽ പോകുന്ന പെൺകുട്ടികളുടെ മാദക നൃത്തങ്ങൾ, കള്ളാവുമായി ലഹരിയിൽ ഉന്മാദ നൃത്തമാടുന്ന പെൺകുട്ടികൾ. ഇത് ചെറുപ്പക്കാരുടെ കഥയല്ല. കഴിഞ്ഞ കാലത്തിലൊക്കെ യുവാക്കളാണ് മദ്യത്തിന് അടിമകളായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കള്, എഞ്ചിനീയറിംഗിന് പഠിക്കാൻ, മെഡിസിന് പഠിക്കാൻ ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയും മദ്രാസിലെയും ഒക്കെ ഹോസ്റ്റലുകളിൽ താമസമാക്കിയ നമ്മുടെ പെൺമക്കളെ കുറിച്ച് ചിന്തിക്കണേ പിതാവ്, ചിന്തിക്കണേ ഉമ്മ. ഓരോ ദിവസങ്ങളിലും മദ്യക്കുട്ടികളുമായി ഹോസ്റ്റലുകളുടെ റൂമുകളുടെ ഉള്ളിൽ കാവാത്തുകൾ നടത്തുന്ന ഹോസ്റ്റലിലെ പെൺകുട്ടികളാ. നിങ്ങൾക്കറിയോ, ഇവിടെ നിന്ന് എവിടേക്ക് പോയാലും നമ്മൾ കാണുന്നതേടാ എല്ലാ പെണ്ണിന്റേതാണെന്ന് കരുതി പോകുന്ന, എല്ലാ പെണ്ണിലോട്ട് കടന്നു പോകുന്ന ആ പെണ്ണാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കരുതുന്ന. വെള്ളിയാഴ്ചയോ ഞായറാഴ്ച ഒരു ഹർത്താൽ വന്നിട്ട് അവധി കിട്ടിയ കേരളത്തിലെ ഒരു വിഭാഗം സമ്പന്നന്മാർ യാത്ര ചെയ്യുന്നത് ഊട്ടിയിലേക്കുള്ള യാത്രയിലാ. അവിടെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഗുണ്ടൽപേട്ടിലെ ദേശീയ പാതയുടെ ഓരത്ത് MIT ഫോട്ടോകളുമായി കാത്തു നിൽക്കുന്ന ദല്ലാളുമാർ 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള തരുണീമണികളായ പെൺകുട്ടികളുടെ ഫോട്ടോയും കാണിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പണ്ട് പൊള്ളാച്ചി ചന്തയിൽ പോറ്റിനെ കച്ചവടം ചെയ്തത് മാതിരി ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നാട്ടില് ഇതൊക്കെ ഞാൻ പറയുന്നത് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാ. ഇന്ന് ധാരാളം ചെറുപ്പക്കാർ അവധി ആഘോഷിക്കാൻ ഒരു ഹർത്താൽ വന്നാലും നിലവിടേക്കാ റോഡിന്റെ പാതയിൽ കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു. അവിടുത്തെ ഹോം സ്റ്റേകൾക്ക് പോയി നിൽക്കുന്ന പെൺകുട്ടികളാരെന്നറിയോ? അവര് തഞ്ചാവൂരിലെ വേശ്യപ്പെണ്ണുങ്ങളല്ല, അവര് തഞ്ചാവൂരിലെ വേശ്യപ്പെണ്ണുങ്ങളല്ല, അവര് മദ്രാസിലെ വേശ്യപ്പെണ്ണുങ്ങളല്ല. കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാനും MBBS പഠിക്കാനും ഹോസ്റ്റലുകളിൽ പോയി നിൽക്കുന്ന പെൺകുട്ടികൾ ആർഭാട ജീവിതത്തിന് പൈസ തികയാതെ വരുമ്പോ, ശരീരത്തിന്റെ വിൽപ്പന നടത്തുമ്പോ ഏറ്റവും പുതിയ വാർത്ത, ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം ഉറപ്പിച്ചു. പെൺകുട്ടി മദ്രാസിൽ ഹോസ്റ്റലിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBAക്ക് പഠിക്കുന്ന കുട്ടിയാ. കുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു, വളകൈ മാറി. അയാൾ അതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഇവിടെ നിന്നൊരു ഹർത്താലിന്റെ ദിവസം ഏതായാലും പെണ്ണ് കെട്ടാൻ പോവല്ലേ. പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞാൽ ഒരു കയ്യും കാലും കെട്ടിയെന്നല്ലേ പടവക്കാര് പറയാ. ഇനിയൊന്ന് പോവാൻ കഴിയില്ലല്ലോ, മറ്റൊന്നിന്റെ അടുക്കലേക്ക് പോവാൻ കഴിയില്ലല്ലോ. കല്യാണത്തിന് മുമ്പുള്ള ആഘോഷത്തിന് ഗുണ്ടൽപേട്ടിൽ പോയി ഫോട്ടോ കണ്ട് റൂം എടുത്തു പോയപ്പോ അയാൾ കാത്തിരുന്നപ്പോ അയാളുടെ റൂമിലേക്ക് കടന്നു വന്നതാരെന്നറിയോ? കഴിഞ്ഞ ആഴ്ച വളയിട്ട് കൊടുത്ത ഏത് പെണ്ണാണോ, ആരെയാണോ കല്യാണം കഴിക്കേണ്ടത്, ആ പെണ്ണിനെയാണ് ഹോട്ടൽ മുറിയുടെ അനാശാസ്യത്തിൽ കണ്ടതെങ്കിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഗുണ്ടൽപേട്ടിലെ 5 നിമിഷത്തെ രതിസുകുമാരത്തിന് വേണ്ടി പോകുന്നവര് എയ്ഡ്സ് ബാധിച്ച പെൺകുട്ടികള് വ്യാപകമാണെന്ന് പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹാബാ, ലോകാവസാനം അടുക്കുമ്പോ നിങ്ങളുടെ മുൻഗാമികൾ ഇതേവരെ കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ മുൻഗാമികൾ ഇതേവരെ അറിഞ്ഞിട്ടില്ലാത്ത മാരകമായ രോഗങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും സഹാബാ. സിഫിലിസിനെ കുറിച്ചിട്ട് നമ്മുടെ മുൻഗാമികൾ കേട്ടിട്ടില്ല, എയ്ഡ്സിനെ കുറിച്ച് നമ്മുടെ മുൻഗാമികൾ കേട്ടിട്ടില്ല. ഇത് റിസാലത്താണ്, ഇത് മുത്തുനബി വെറുതെ പറഞ്ഞതല്ലേ. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇത് നബി തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. സഹാബത്ത് ചോദിച്ചു, നബിയേ, മുൻഗാമികൾ ഇതേവരെ കേൾക്കാത്ത മാരക രോഗങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത് എപ്പോഴാണ് സഹാനബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ലഗറ ഫീ ഖൗമിഹിമുൽ ഫുഹ്ഷാ, നിങ്ങളുടെ സമൂഹത്തിന്റെ ഉള്ളില് വൃത്തികേടുകളും ലൈംഗിക ആരാധകത്വങ്ങളും വ്യാപകമാകുമ്പോ ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും സഹാബാ. അതുകൊണ്ട് ഹോസ്റ്റലുകളിൽ മക്കളെ വിട്ടിട്ട് കാത്തിരിക്കുന്നവര് ഞാൻ നിങ്ങളോട് പേടിപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ആശങ്കയിട്ട് തരികയല്ല. പക്ഷേ കൈവിട്ടു പോയാൽ പോയതാണ്, ഭ്രമിക്കപ്പെട്ട ലോകമാണ്. നിങ്ങളുടെ പെൺമക്കളെ കാത്തു വലക്കണികൾ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ ജീവിക്കണോ? അതുകൊണ്ടാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഓരോ മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോ, +2 പഠിക്കാനിറങ്ങുന്ന പൊന്നുമോളെ, എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകുന്ന പൊന്നുമോളെ, വീട്ടിൽ നിന്ന് നീ വെളിയിലോട്ട് ഇറങ്ങുമ്പോ ആ സമയത്തൊരു ദുആ ചെയ്യല് സുന്നത്താണ്. ഞാൻ എന്റെ സമൂഹത്തോട് പറയുന്നു, നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾക്ക് ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ മക്കൾ ഇറങ്ങി പോകുമ്പോ അങ്ങകലെ ഒറ്റപ്പാലത്തെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമില് ചിതറിത്തെറിച്ച മാംസക്കഷണങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോ അവരെ കുറിച്ച് പറയുന്നവര് മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. അവരാ നാട്ടിലെ ഏറ്റവും അഭിപ്രായമുള്ള പെണ്ണുങ്ങളാ. പോലീസ് കേസ് അന്വേഷിച്ച് പറഞ്ഞത് അവര് രഹസ്യമായി മൊബൈലിൽ ലാപ്ടോപ്പും ഉപയോഗിക്കാറുണ്ട്. സ്കൂളിലേക്ക് കയറുമ്പോ അതിന്റെ മുമ്പിലുള്ള പെട്ടിക്കടയിൽ ഏൽപ്പിക്കും, തിരിച്ചു വരുമ്പോ വാങ്ങിച്ചു കൊണ്ടുവരും. കാമുകന്മാരുമായി സല്ലപിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട ഉമ്മ, കോട്ടക്കലെയും തിരൂരിലെയും കടന്നുപോയ പാവപ്പെട്ട ഉമ്മ, പാതിരാത്രിയിൽ നമ്മുടെ മക്കളെ കിടക്കാൻ നേരത്ത് വാതിലടച്ച് കുറ്റിയിട്ടാൽ അതിന്റെ അകത്തിരുന്നിട്ട് അവരാരോടാണ് ചാറ്റ് ചെയ്യുന്നത്, അവരാരോടാണ് ചെയ്യുന്നത് എന്നറിയാൻ കഴിയില്ല. വാതിൽ തുറക്കുമോനെ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട്, എന്നാ ഉമ്മ സംശയമുണ്ടെങ്കിൽ നോക്കിയോ എന്ന് പറഞ്ഞാൽ അവളൊരു സീക്രട്ട് കോഡ് ഇട്ടിട്ട് ലോക്ക് ചെയ്താൽ പിന്നെ ഒരു ഉമ്മാക്ക് പോലും തുറക്കാൻ കഴിയാത്ത, നഖത്തിന്റെ 4-1 വലിപ്പം പോലും ഇല്ലാത്തൊരു ചെറിയ ഒന്നിന്റെ എല്ലാ രഹസ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോ എന്നെ കേൾക്കാനത്തെ കോട്ടക്കലെ ഓരോ ഉമ്മയോടും പെങ്ങളോടും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഓരോ മക്കളും വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ അവര് പഠിക്കാൻ പോകുമ്പോ അവരൊരു ദുആ ചെയ്യല് സുന്നത്താണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അജ്ഹല ഔ യുജ്ഹലു അലയ്യ. നിങ്ങൾ ഈ മക്കളെ കൊണ്ട് ഈ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മക്കൾ ഇതൊക്കെ ചെയ്യണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആയാണ് അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉളല്ല. മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് കൈവക്ക്. നിങ്ങളുടെ മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ദുആ ചെയ്യിപ്പിച്ചിട്ട് വിടണം. ഒന്ന് കൈവക്ക്. ഇല്ല റജുലുൻ വാഹിദ്, ഒരാൺകുട്ടി പോലും ഇല്ലല്ലോ മക്കളെ. എന്നിട്ട് മക്കള് പിഴച്ചുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറകെ ഓടുക. ഈ ദുആ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചോളി. ഞാൻ ഒരു ഭാഗത്തും പറയണ്ട. ഇത് ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലെ താരമാണിത്. ഓരോ ദിവസവും മക്കളോട് പറയണം, അല്ലാഹുവേ, ചിന്തിച്ചു നോക്ക്, മക്കളോട് നമ്മൾ ചില കാര്യം ചെയ്യണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, മാതാപിതാക്കളെ നിങ്ങൾ കുറ്റക്കാരാണ്. സീരിയൽ കാണുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ഇതൊക്കെ മറന്നുപോയി. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ എപ്പോ പുറത്തു പോയിട്ട് വെളിയിലേക്ക് വന്നാലും, എപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയാലും എന്റെ ഹബീബായ ഉപ്പാന്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോ എന്റെ 2 നെറ്റിത്തടത്തിന്റെ ഇടയിൽ ചുംബിക്കുമായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ 2 മക്കളെ കയറി വരുമ്പോൾ മക്കളെ ഒന്ന് അണച്ചു പിടിച്ചിട്ട് അവരുടെ നെറ്റിത്തടത്തിലേക്ക് ഉപ്പയും ഉമ്മയും ഒരു ചുംബനം കൊടുക്കണം. എന്റെ മുത്തായ നബി തങ്ങളത് ചെയ്യുമായിരുന്നു. ഞാൻ എപ്പം വെളിയിലേക്ക് ഇറങ്ങിപ്പോയാലും എപ്പോൾ തിരിച്ചു വന്നാലും എന്നെ നെറ്റിത്തടത്തിന്റെ ഇടയിൽ എന്റെ നെറുകയിൽ ചുംബിക്കുമായിരുന്നു. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. മക്കളോ മാതാപിതാക്കളുടെ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഉമ്മാനോട് മക്കൾ പറയണ, ഉമ്മ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കയ്യിൽ മുത്തിയിട്ടേ മക്കൾ ഇറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വതവേ മറന്നു കളഞ്ഞ ചെറിയ ചെറിയ പാഠങ്ങളാണ്. പക്ഷെ അതിലൂടെയാണ് വലിയ നന്മകൾ ഉണ്ടായി വരിക. മക്കൾ വരുമ്പോ വാപ്പ മക്കളുടെ നെറുകയിൽ ചുംബിക്കണം. എവിടെ? ഇവിടെ. മക്കൾ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഉമ്മാന്റെ കയ്യിൽ മുത്തണം. എന്താണ് ഉമ്മ ദുആ ചെയ്യണേ
ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൽബിൽ നിന്ന് ഫിത്തിന പോണമെങ്കിൽ ഈ ഫിത്തിന നമ്മുടെ ഹൃദയത്തിൽ വ്യാപകമായി കഴിഞ്ഞു. ഈ ഫിത്തിന നമ്മുടെ കയ്യിൽ വ്യാപകമായി കഴിഞ്ഞു എന്നാണ് ആ ദുആയുടെ അർത്ഥം. ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ വീട്ടിൽ ഓരോ ഇട്ടിയുണ്ടാക്കിയ വീട്ടിലും വലിയ കൊട്ടാരത്തിലും ഈ ഫിത്തിന കടന്നു വരും. പൊന്നുമോളെ, പിശാചുക്കൾ പാർക്കുന്ന ലോകത്തേക്ക് നിന്റെ വിദ്യാർത്ഥിയായ മകനിറങ്ങുമ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔലല്ല. അല്ലാഹുവേ, ഞാൻ ഈ യാത്ര ഇറങ്ങിപ്പോകുമ്പോ ഞാൻ വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. അല്ലാ, എന്റെ കൂട്ടുകാർ എന്നെ വഴിപിഴപ്പിച്ചേക്കാം, എന്റെ കൂട്ടുകാരികൾ എന്നെ വഴിപിഴപ്പിച്ചേക്കാം. അല്ലാഹുവേ, ഞാൻ വഴിപടക്കുന്നതിൽ നിന്ന് നിന്നോട് കാവലിനെ തേടുകയാണ്. ഔലല്ല, ഞാൻ മറ്റുള്ളവരെ വഴിപടപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ തേടുകയാണ്. ഔ അസില്ല. പൊന്നുമ്മമാരെ, ഈ ദുആ നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ നിർബന്ധമായി പഠിപ്പിച്ചു കൊടുക്കണേ. കബീർ ബാക്കവിയുടെ ഒരു വസിയത്താണിത്. നിങ്ങളുടെ പ്രായപൂർത്തിയായ പെൺമക്കളോട് കൃത്യമായിട്ട് ദുആ പഠിപ്പിക്കണേ. ഔ അസില്ല. അല്ലാഹുവേ, പിശാചിന്റെ മുമ്പിൽ എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന്, എന്റെ ഈമാൻ ബലഹീനമാകുന്നതിൽ നിന്ന്, ഞാൻ ആ തിന്മയിലേക്ക് പെട്ടുപോകുന്നതിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. ഔ അസല്ല, ഞാൻ മറ്റുള്ളവരുടെ ഞാൻ വഴിപ്പഴപ്പിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. ഔ ജുഹല. അല്ലാഹുവേ, എന്റെ വിവരം എന്റെ വിവരം നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ അതപ്പതിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ.